ഇതാണ് നമ്മുടെ ഇന്ദിര ചേച്ചി. ഇന്ദിര ചേച്ചിയും കുടുംബമാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. അപ്പൊ ചേച്ചി എത്ര വർഷം ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്? 10-17 വർഷമായി. 17 വർഷമായി. 17 വർഷമായി അല്ലേ? എങ്ങനെ ഒരു ദിവസം എത്ര ഊണ് പോകും? ഇപ്പൊ ഇത്തിരി കുറവാണ്. 10-40 ഊണൊക്കെ. പണിക്കാരൊക്കെ കൂടുതലുള്ള സമയത്ത് 10-50 ഊണ് പോകും. ഭർത്താവിന്റെ കയ്യിലത് ഇവിടെ ഇങ്ങനെ മുറിഞ്ഞു പണിക്ക് പോയിപ്പോ. അപ്പൊ വേറെ വരുമാനമൊന്നും ഇല്ലാണ്ടായിപ്പോ ഇങ്ങനെ ഒരു കട തുടങ്ങാന്നുള്ളൊരു. മീൻ വറുത്തതുണ്ട്, മീൻ കറിയുണ്ട്, പിന്നെ വേറെ ഒരു ഉപ്പേരി ഉണ്ടാവും, വേറൊരു പരിപ്പ് കറി ഉണ്ടാവും, പിന്നെ വേറൊരു മോര് കറി അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാവും. പപ്പടം ഉണ്ടാവും, മീൻ വറുത്തതുണ്ടാവും, അച്ചാറുണ്ടാവും. അച്ചാറ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. എല്ലാം വീട്ടില് നമ്മള് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോ ഹസ്ബൻഡ് ആൾക്ക് സുഖമില്ല, അല്ലെങ്കിൽ ആള് കൂടെ സഹായിക്കാമെന്നായിരുന്നു. എന്താണ് അസുഖം? വാൽവിനൊരു അസുഖമായിരുന്നു. എന്നിട്ട് അത് പെട്ടെന്ന് ഇങ്ങനെ നെഞ്ചിൽ വേന പോലെ തോന്നി. എന്നിട്ട് പാലക്കാട് കൊണ്ടുപോയിപ്പോ അവര് പറഞ്ഞു വേഗം തൃശ്ശൂർക്ക് കൊണ്ടുപോകണം. അങ്ങനെ തൃശ്ശൂര് പോയി ഇപ്പൊ തലയില് രക്തം കട്ട പിടിച്ചു. ഇപ്പൊ 2 ഡോക്ടർമാരുടെ മരുന്നാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ചെറിയ കൊച്ചു വരുമാനത്തിൽ നിന്നാണ് ഇതെല്ലാം നോക്കേണ്ടത്. അതെ. മോര് കറി, പരിപ്പ് കറി ഇത് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഈ സൈഡിലിട്ടോ. പരിപ്പ് ഞങ്ങള് സാധനങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ളതാ. വീട്ടിലുള്ളതാണല്ലേ? മുരിങ്ങക്കായ, പിന്നെ അതെ പച്ചക്കറികളൊക്കെ ഇത് പരിപ്പ് കറി. മീൻ വറുത്തത്, അയില വറുത്തത് കണ്ട, അയില വറുത്തത്, പപ്പടം, പിന്നെ മോരുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ടാണ് കേട്ടോ, ഇത്രയും സാധനങ്ങൾ കൂടിയിട്ടാണ് മീൻ കറി കൂട്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് കഴിച്ചു നോക്കിയത്. നല്ല നാടനാണ്. കൊടപ്പുളിയൊക്കെ ഇട്ട് കണ്ടില്ലേ, കൊടപ്പുളിയൊക്കെ നാടൻ സ്റ്റൈലില് കൊടപ്പുളിയൊക്കെ ഇട്ടിട്ട് വെക്കുന്ന മീൻ കറിയാണ്. വിറകടുപ്പിലാണ് വെക്കുന്നത് അല്ലെ? ഇത് വിറകടുപ്പിൽ വെക്കണോണ്ടാണ് വേറൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നാടൻ നമ്മള് വീട്ടിൽ കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ട്. അതായത് മീനും ഫിലോപ്പി നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച്, മസാല എന്ന് പറഞ്ഞാൽ സാധാ നാടൻ മസാല പിടിച്ചിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇത് കൊത്തവര ഉപ്പേരി അതൊന്ന് കൂട്ടി പിടിച്ചു നോക്കട്ടെ. അല്പം തേങ്ങ ഇട്ടിട്ടുള്ള കൊത്തവര ഉപ്പേരിയാണ്. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ്. നാടൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുക. അച്ചാറ് ഇവര് ഉണ്ടാക്കുന്ന അച്ചാർ തന്നെയാണ്. ഇത് മാങ്ങ അല്ലേ? അച്ചാർ സൂപ്പറാ. ഇനി ഇത് മോര് കറിയൊക്കെ നല്ല തിക്കുള്ള കറി കേട്ടോ. എല്ലാ കറിയും തിക്കാണ്. മോര് കറി കൂട്ടിയിട്ടൊന്ന് നോക്കാം. സൂപ്പർ. കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് പരിപ്പ് പിന്നെ അത് മുരിങ്ങക്കോല്, തക്കാളി, അങ്ങനെ എല്ലാം കൂടി ഒരു കറിയാ. എന്തായാലും ആ കറിയും കൂടി ഒന്ന് നോക്കാം. ഇത് സൂപ്പറാട്ടാ, തക്കാളിക്കറി സൂപ്പറായിട്ടുണ്ട്. മീൻ വറുത്തത് കുരുമുളക് ഇട്ടിട്ടാണ് വെക്കുന്നത്. ടേസ്റ്റ് നോക്കട്ടെ. കുരുമുളക് നല്ല ടേസ്റ്റ്. കുറച്ചുകൂടി മതി മോരൊഴിച്ച് കഴിക്കാൻ. നല്ല കട്ടി മോരാണ്. ഒന്ന് പൊന്നിച്ച് കാണിച്ചാ എന്താ ഒഴുക്കിന് കാണിക്ക, അതിലേക്ക് ഒഴിക്കുന്നത് കട്ടി മോരാണ്. അതില് ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി, കറിവേപ്പില എല്ലാം കൂടി നാടൻ രീതിയിൽ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ. നല്ല പുളിയുണ്ട്, നല്ല ഉപ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഈ മോര് മാത്രം മതി കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ണമ്പ്ര ഭാഗത്തേക്കൊക്കെ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വടക്കഞ്ചേരിയിൽ നിന്ന് കണ്ണമ്പ്ര ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഉച്ചനേരത്തൊക്കെ ഇവിടെ എത്തിപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചേച്ചിയുടെ, ഇന്ദിര ചേച്ചിയുടെ കടയിലേക്ക് വരിക. നല്ല ഊണാണ്. പിന്നെ അവർക്ക് കുറച്ച് ഊണുകളെ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാം വന്നൊന്ന് സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കച്ചവടം മെച്ചപ്പെടും, അവരെ കുടുംബം കുറച്ചുകൂടി ഒന്ന് സെറ്റാവും. ഒരിക്കൽ കൂടി പറയണ്, നമ്മുടെ കണ്ണമ്പ്രയിൽ നിന്ന് വരുന്ന ആളുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കഞ്ചേരിയിലേക്ക് പോകുന്ന വഴിയിൽ കനാലിന്റെ സൈഡിൽ, അതായത്
കണ്ണമ്പറ വാരുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു കള്ള് ഷാപ്പ് ഉണ്ട്. ആ കള്ള് ഷാപ്പിന്റെ അവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു കനാല് കാണാം. ആ കനാലിന്റെ സൈഡിൽ ഒരു 50 മീറ്റർ അല്ലേ, 50 മീറ്റർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തും. അതേപോലെ വടക്കഞ്ചേരിയിൽ നിന്ന് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിങ്കൂട്ടം എത്തിയിട്ട് നേരെ റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് ആ കനാലിന്റെ സൈഡിൽ കൂടെ 50 മീറ്റർ ആൽമരം കഴിഞ്ഞു കഴിഞ്ഞാൽ 50 മീറ്റർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ചേച്ചിയുടെ ഹോട്ടൽ കാണാം. വരിക, ഫുഡ് ആസ്വദിക്കുക. നല്ല ഫുഡാണ്.